രണ്ടാം ടി20യിൽ ഇന്ത്യ തകർപ്പന വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 15 ഓവറിൽ ഇന്ത്യ 172 റൺസ് മറികടന്നിരിക്കുകയാണ്. ഇത്രയും വേഗത്തിൽ ഇന്ത്യ കളി ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. കളി ജയിച്ചതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജയ്സ്വാൾ, ശിവൻ ദുബെ. ജയ്സ്വാൾ 68ഉം ശിവ ദുബെ 63 റൺസും എടുത്തു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് പരമ്പര നേടി. രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ശരിക്കും നാണം കെട്ടു. 172 റൺസ് എടുത്തിട്ടും ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ കളി ജയിച്ചതോടുകൂടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. 2-0 ഞങ്ങൾ പരമ്പര സ്വന്തമാക്കി. പക്ഷേ ഇന്നും എനിക്ക് ഫോമാകാൻ സാധിച്ചില്ല. അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചിൽ ഞാൻ ഡെക്കിലാണ് പുറത്തായത്. എനിക്ക് ആ പഴയ ടച്ച് കിട്ടുന്നില്ല. എങ്കിലും ഞാൻ തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് ബാറ്റിങ്ങിലേക്ക് തിരിച്ചു വരും. ഞങ്ങൾ പരമ്പര നേടിയതുകൊണ്ട് അവസരം കിട്ടാത്ത താരങ്ങൾക്ക് അടുത്ത മാച്ചിൽ അവസരം കൊടുക്കും. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ താരത്തിന് ഞങ്ങൾ അവസരം കൊടുക്കും. ജിതേഷ് ശർമ്മ ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. ജിതേഷിൻ്റെ കളി വളരെ മോശമായിരുന്നു. എങ്കിലും ഇന്ന് എന്നെ ഞെട്ടിച്ചത് ജയ്സ്വാൾ ആയിരുന്നു. ഓപ്പണിങ്ങിൽ അവൻ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. അതുപോലെ ശിവൻ ദുബെ. ഈ 2 താരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നും പേടിക്കാനില്ല. അവരുടെ ബാറ്റിംഗ് രീതി അവിശ്വസനീയമാണ്. എന്തായാലും അടുത്ത മത്സരത്തിലും ഇതേ കളി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ അഫ്ഗാനിസ്ഥാനെതിരെ പരമ്പര നേടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് അഫ്ഗാൻ ഒരു എതിരാളി പോലുമല്ല. ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. 15 ഓവറിൽ തന്നെ 172 റൺസ് ഇന്ത്യ ചേസ് ചെയ്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത ടി20ക്ക് വേണ്ടിയാണ്. പരമ്പര നേടിയതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് അവസരം കിട്ടും. സഞ്ജു ഇറങ്ങിയാൽ ഒരു വെടിക്കെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മാച്ചിൽ ജിതേഷ് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. ജിതേഷിനേക്കാൾ നല്ലത് സഞ്ജു തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.